റയാൻ ഗോസ്ലിംഗും എമ്മ സ്റ്റോണും അഭിനയിച്ച് ഡാമിയൻ ചാസലിനെ സംവിധാനം ചെയ്ത് 2016 പുറത്തിറങ്ങിയ മ്യൂസിക്കൽ ഡ്രാമ സിനിമയാണ് ലാ ലാ ലാൻഡ്. ലോസ് ഏഞ്ചൽസിലെ രണ്ട് ആർട്ടിസ്റ്റുകളുടെ കഥയാണ് ചിത്രം പറയുന്നത്. മിയ ഡോളൻ ഒരു സ്ട്രഗ്ലിംഗ് ആക്ട്രസ് ആണ്. സെബാസ്റ്റ്യൻ വൈൽഡർ ഒരു ജാസ് മ്യൂസീഷ്യനാണ്. സ്വന്തമായി ഒരു ക്ലബ്ബ് തുറക്കാനുള്ള സ്വപ്നങ്ങളാണ് അയാൾക്കുള്ളത്. അവർ രണ്ടാളും പരസ്പരം കണ്ടുമുട്ടുന്നു, പ്രണയത്തിലാകുന്നു. രണ്ടുപേരുടെയും സ്വപ്നങ്ങളെ അവർ പരസ്പരം പിന്തുണയ്ക്കുന്നു. എന്നാൽ അവരുടെ കരിയർ മുന്നോട്ട് പോകുമ്പോൾ വിജയത്തിന്റെ സമ്മർദ്ദങ്ങളും അവരുടെ സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യവും അവരുടെ ബന്ധത്തെ ബാധിക്കാൻ തുടങ്ങുന്നു. എന്നിരുന്നാലും അവർ തങ്ങളുടെ വ്യക്തി ജീവിതത്തിനും പ്രൊഫഷണൽ ജീവിതത്തിനും മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു. സെബാസ്റ്റ്യനായും മിയയായും റയാൻ ഗോസ്ലിംഗും എമ്മ സ്റ്റോണും ആകർഷകമായ പ്രകടനങ്ങളാണ് അവതരിപ്പിക്കുന്നത്. അവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി വളരെ റിയലിസ്റ്റിക് ആണ്. ഇത് അവരുടെ റിലേഷൻഷിപ്പ് ജേർണിയെ വിശ്വസനീയവും ഇമോഷണലി കമ്പല്ലിംഗുമാക്കി തീർക്കുന്നു. ഓഡീഷനുകളുടെയും സ്റ്റേജ് പെർഫോമൻസുകളുടെയും ആവേശത്തിൽ നിന്ന് ദുർബലതയുടെയും സംശയത്തിന്റെയും നിമിഷങ്ങളിലേക്ക് പരിധിയില്ലാതെ മാറുന്ന മിയയെ അവതരിപ്പിച്ച എമ്മ സ്റ്റോൺ പ്രേക്ഷകരിൽ വല്ലാത്ത ആഘാതവും നെടുവേർപ്പും സൃഷ്ടിക്കുന്നു. ഗോസ്ലിംഗ് അവതരിപ്പിച്ച സെബാസ്റ്റ്യൻ എന്ന കഥാപാത്രം താൻ വളർത്തിക്കൊണ്ടുവന്ന കലയെ വാണിജ്യപരമായി വെറും ഒരു പ്രൊഡക്റ്റാക്കി മാറ്റാതെ അതിന്റെ സത്ത നിലനിർത്താൻ ഒരുപാട് കഷ്ടപ്പെടുന്നത് കാണാം. രണ്ട് അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രങ്ങളിൽ ആധികാരികതയും ആഴവും കൊണ്ടുവരുന്നു. It's strange that we keep running into each other. Maybe it means something. I doubt it. Yeah, I don't think so. You could just write your own roles, write something that's as interesting as you are. What are you going to do? I have my own club. Is that going to happen every time? I think so. ലാ ലാ ലാൻഡിലെ സംഗീതം അതിന്റെ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ജസ്റ്റിൻ ഹാർവിറ്റ്സ് രചിച്ച ഈ സൗണ്ട് ട്രാക്ക് ജാസ്, ബിഗ് ബാൻഡ്, ക്ലാസിക് സംഗീതങ്ങളുടെ ശൈലികൾ തുടങ്ങിയവിടെ മിക്സ്ചറാണ്. സിറ്റി ഓഫ് സ്റ്റാർസ്, അനദർ ഡേ ഫോർ സൺ തുടങ്ങിയ ഗാനങ്ങൾ സിനിമയുടെ പ്രമേയങ്ങളുടെ സാരാംശം ഉൾക്കൊള്ളുന്ന ആകർഷകവും അർത്ഥപൂർണവുമായ മാസ്റ്റർ പീസുകളാണ്. പ്ലോട്ട് മുന്നോട്ട് പോകുന്നതിനും കഥാപാത്രങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും ഉപയോഗിച്ചിരിക്കുന്ന മ്യൂസിക് സ്കോറുകൾ ക്ലാസിക് ഹോളിവുഡ് സംഗീതത്തെ അനുസ്മരിപ്പിക്കുന്നു. അതേസമയം പുതുമയും മോഡേണുമായി അനുഭവപ്പെടുന്നു. വൈബ്രന്റ് കളേഴ്സ്, ക്രിയേറ്റീവ് സിനിമാറ്റോഗ്രാഫി, അവിസ്മരണീയമായ സെറ്റ് പീസുകൾ എന്നിവയാൽ ലാ ലാ ലാൻഡ് വിഷ്വലി സ്റ്റണ്ണിംഗ് ആണ്. നൊസ്റ്റാൾജിയയും റൊമാൻറ്റിസിസവും ഉണർത്തുന്ന ഒരു ബോൾഡ് കളർ പാലറ്റാണ് സിനിമ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കഥാപാത്രങ്ങൾ അതിമനോഹരമായ ബാക്ക്ഗ്രൗണ്ടിൽ ഡാൻസ് ചെയ്യുന്ന സീനിൽ. ലോസ് ഏഞ്ചൽസ് ഫ്രീവേയിൽ ഒരുക്കിയിരിക്കുന്ന ഓപ്പണിംഗ് സീക്വൻസ് സിനിമയുടെ ക്രിയേറ്റിവിറ്റിക്കും കഥയുടെ സ്വഭാവത്തിനും ടോൺ സെറ്റ് ചെയ്യുന്നു. കൂടാതെ ലോസ് ഏഞ്ചൽസ് നഗരം തന്നെ ഒരു കഥാപാത്രമായി മാറുന്നു. ഐക്കോണിക് ലൊക്കേഷനുകളും അതിശയകരമായ വിസിറ്റുകളും സിനിമയുടെ വിഷ്വൽ ബ്യൂട്ടി വർദ്ധിപ്പിക്കുന്നു. പ്രണയത്തിന്റെയും സ്വപ്നങ്ങളുടെയും പ്രമേയങ്ങളെ സൂക്ഷ്മമായ സ്പർശത്തോടെ പരിവേഷണം ചെയ്യുന്നതിനാൽ സിനിമയുടെ സൗന്ദര്യം അതിന്റെ എസ്തെറ്റിക്സിൽ മാത്രമല്ല വൈകാരിക അനുകരണത്തിലുമുണ്ട്.